ഇന്നത്തെ ദിവസം ഞാൻ വളരെ വലിയ സന്തോഷത്തിലാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ വലിയ സന്തോഷം. ജനറൽ നോളജ് ഉണ്ടാവുകയാണ്. മനുഷ്യർക്ക് ജനറൽ നോളജ്, കുട്ടികൾക്കൊക്കെ ജനറൽ നോളജ്, പൊതുവിവരം ഉണ്ടാവുക എന്ന് പറയും. അങ്ങനെ പൊതുവിവരവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യ പേപ്പർ കാസർഗോഡുള്ള ഒരു UP സ്കൂളിൽ വരുന്ന സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ ഒരു ചോദ്യം വന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുഞ്ഞൊരു വീഡിയോ ചെയ്തു, പക്ഷെ അത് പോരാ. ഞാനതൊരു ചെറുതായിട്ടൊരു ഇൻട്രോ പോലെ ചെയ്തു എന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നിസാര ചോദ്യം ചോദിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തി ആര്, സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നൊരു ചോദ്യം സാംസ്കാരിക കേരളത്തെ പിടിച്ചുലച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഞെട്ടിവിറച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൈകാലുകൾ നടുങ്ങി. കേരളത്തിന്റെ സാംസ്കാരിക ബോധവും സാംസ്കാരിക മനസ്സും അറിവിന്റെ നിറകുടങ്ങളായി 96% സാക്ഷരതയുള്ള മലയാളികൾ നിന്ന് വിറയ്ക്കുകയാണ് ആ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ. അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ആ ചോദ്യമിട്ട അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യമായിരുന്നു. പക്ഷേ ഒരൊറ്റ ചേറ്റകളും അതിനുള്ള ഉത്തരം എന്ത് എന്ന് മാത്രം പറയുന്നില്ല. എന്താണ് ഇവിടെ ഉണ്ടായ സാഹചര്യം? നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറയാം, സവർക്കറെ ഇവർക്ക് രണ്ടുപേർക്കും തീരെ ഇഷ്ടപ്പെടാൻ വഴിയില്ല. അത് ബ്രിട്ടീഷുകാർക്ക് ദയാഹർജി കൊടുത്തതിന്റെ പേരിലല്ല. ദയാഹർജി കൊടുത്ത ഒരുപാട് പേരുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്തുകൊണ്ട് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം കൈകോർത്ത് നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിലൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കും തർക്കമൊന്നുമില്ല. PC ജോഷി, SA ഡാഗെയൊക്കെ ആരാന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഉരുണ്ടു വരെ കളിക്കും. അവർ പറയാ ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞു. ഒന്നുമില്ല. ഈ അടുത്തുകൂടി PC ജോഷിയെ പറ്റിയുള്ള വിവരണങ്ങൾ കൈരളി TV വന്നതാണ്. അതുകൊണ്ട് ഇവരാരും തള്ളി പറയൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സവർക്കറോട് ഇത്രയധികം വെറുപ്പ്, ദേഷ്യം ഇവർക്കുണ്ടാകാൻ? ഒന്നുമില്ല, അദ്ദേഹം ജാതീയതയ്ക്ക് എതിരായിരുന്നു. ജാതീയമായിട്ടുള്ള വേർതിരിവിന് അദ്ദേഹം എതിരായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ എല്ലാവരും തന്നെ, ഈ ബഹുദൈവ വിഗ്രഹാരാധന വിശ്വാസികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്നുള്ളതിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു. ഈ സംസ്കാരത്തിലെ ഏറ്റവും ജീർണമായ ഒരു വസ്തുവാണ് ജാതീയത എന്നുള്ളത്. അതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി എന്നത് വളരെ വലിയൊരു സത്യമാണ്. അദ്ദേഹം 1931 രത്നഗിരിയിൽ പതിത്പവൻ എന്നൊരു ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ജാതീയതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ നടത്തിയത്. അദ്ദേഹം ഈ ജാതി ജീർണത, ഇദ്ദേഹം ബ്രാഹ്മിൺ ഫാമിലിയിലുള്ള ആളാണ്. എത്രയൊക്കെ ആയാൽ പോലും ഇവർക്കും ഉണ്ടാവില്ലേ ഒരു ദേഷ്യം. ഈ ഒരു കൂട്ടം ആൾക്കാരെ ക്ഷേത്രത്തിൽ കയറ്റുന്നില്ല, അവരെ അകറ്റി നിർത്തുന്നു, അവർ പൂജിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, അവരെ 10 അടി അകലം മാറ്റി നിർത്തുന്നു, ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടി പോലും പോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു വിഭാഗത്തോട് ചെയ്യുകയും അവർ വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കുകയും തങ്ങളുടെ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തങ്ങളുടെ വിശ്വാസങ്ങൾ, ദൈവങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു വിഭാഗം തങ്ങളെ അടിച്ചമർത്തുന്നു. ആ അടിച്ചമർത്തുന്ന കിഴങ്ങന്മാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം, ദളിതർക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടം, ഇവിടെ എല്ലാവർക്കും വരാം, പ്രാർത്ഥിക്കാം, ഇത് നിങ്ങൾക്കുള്ള ക്ഷേത്രം. ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആദ്യത്തെ വഴി. ഇങ്ങനെ ജാതീയതയ്ക്കെതിരെ സംസാരിച്ചു എന്നതല്ല, അതിനെ ഇല്ലാതാക്കാൻ നോക്കി. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്ക്, ഈ സുഡാപ്പി, പെന്തക്കോസ്ത് ഇത്യാദി ടീമുകൾക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ജാതീയതയ്ക്കെതിരെ സംസാരിക്കാം. പണ്ട് നടന്ന ജാതീയത എത്ര വേണമെങ്കിലും പറയാം. നമുക്ക് എത്ര വേണമെങ്കിലും ഉന്നത കുലജാതരെ തെറി പറയാം. എത്ര വേണമെങ്കിലും കീഴ്ജാതിക്കാരുടെ ഉള്ളിലേക്ക് അപകർഷതാബോധം കുത്തി നിറയ്ക്കാം. പക്ഷേ ജാതീയത ഇല്ലായ്മ ചെയ്യുക എന്നത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, പെന്തക്കോസ്ത്, സുഡാപ്പി ടീമുകൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് അവർക്ക് ഇഷ്ടവുമല്ല. അവരെത്രത്തോളം അതിൽ തീയിടാൻ പറ്റുമോ അത്രത്തോളം ഇടും. അനുഭവസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കീടങ്ങൾക്ക് സവർക്കറെ ആ ഒരു കാര്യത്തിലാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഈ ഒരു ചോദ്യം കേരളത്തിൽ വന്നതോടുകൂടി സാംസ്കാരിക കേരളം ആകെ ഞെട്ടിവിറച്ചു. കയ്യും കാലും വിറയ്ക്കുന്നു. ചിലർക്ക് ഹൃദയം തകരുന്നു. അവരിങ്ങനെ ഷൂന്നൊക്കെയാണ്, ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരാണ്, സവർക്കർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞ് അങ്ങോട്ട് എത്തിച്ച സമയത്താണ് ഒരു ചോദ്യം വന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ചതാര്? നിന്ന് വിറയ്ക്കാണ്. സാംസ്കാരിക നായകരുടെയൊക്കെ തൊണ്ട ഇടറുന്നു. പലരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. സംഘികൾ ഇതാ വിദ്യാഭ്യാസത്തെ അട്ടിമറിച്ചിരിക്കുന്നു, കാവ്യവൽക്കരിച്ചിരിക്കുന്നു, ഇതാ വിദ്യാഭ്യാസ മേഖലയിൽ ഇതാ സംഘപരിവാറുകാർ കടന്നു കയറി അവരുടെ തീവ്രമായിട്ടുള്ള ഹിന്ദുത്വം ഇതിലേക്ക് അടിച്ചിറക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ പറയുന്നു, തേങ്ങ ഉടക്കി സ്വാമി, ആരാണ് ഉത്തരം പറയടാ? നിങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ ഒരുപാട് സ്വതന്ത്ര സമര സേനാനികളെ ജയിലിലാക്കിയിട്ടുണ്ട്, തടവറയിലാക്കിയിട്ടുണ്ട്. ആ ഒരു കണക്കിൽ ഏറ്റവും കൂടുതൽ കാലം കിടന്ന ഒരു വ്യക്തി ആര്? സ്വാതന്ത്ര്യ സമരത്തിന് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതൊരു ചോദ്യമല്ലേ? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വേണ്ടേ? അതിനുള്ള ഉത്തരം പറയടാ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉടയ്ക്കും. ഹിന്ദുത്വ ഭീകരതയാണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇവിടെ ജനാധിപത്യ പ്രശ്നമാണ്, ഇവിടെ ഹിന്ദുത്വം കയറുകയാണ്, സംഘപരിവാർ മറ്റതാക്കുകയാണ്, സംഘപരിവാർ മറിച്ചിടുകയാണ്, സംഘപരിവാർ വിദ്യാഭ്യാസത്തിൽ കടന്നു കയറുകയാണ്. എന്റെ പൊന്നളിയ, നിന്നോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വതന്ത്ര സമര സേനാനി ആര്?
ഇന്ത്യയിൽ ഹിന്ദുത്വം കയറും, വിദ്യാഭ്യാസം ഹിന്ദുത്വം കവർ ചെയ്യുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? ഇതിനെതിരെ സർക്കാർ ഉത്തരവിടുന്നു. സംഖ്യകൾ എല്ലാ മേഖലയും ഉണ്ട്. പൊന്നളിയ, ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി ആരടാ? ഒന്ന് പറയടാ. ഇന്ത്യയിൽ വീണ്ടും ഹിന്ദുത്വം കയറുകയാണ്. രാവിലെ തൊട്ടുള്ള പോസ്റ്റുകളിലും രാവിലെ തൊട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഈ കിടന്ന് ചക്കിൽ കെട്ടിയിരിക്കുന്ന കാള എന്ന് ഞാൻ പറയില്ല, കഴുത പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. സാറേ, ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. വീര ദാമോദര സവർക്കർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ വീരപുത്രൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്റ്റാമ്പ് വരെ ഇറക്കിയ ഭാരതത്തിന്റെ വിപ്ലവ നായകൻ വീര ദാമോദര സവർക്കർ. ഈ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. കിടന്നത് 13 വർഷം, ശിക്ഷിക്കപ്പെട്ടത് 50 വർഷം. 13 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന അദ്ദേഹം രത്നഗിരി വിട്ടു പോകാൻ പാടില്ല. 5 വർഷത്തോളം ആ റെസ്ട്രിക്ഷൻ തുടർന്നു. രത്നഗിരി വിട്ടു പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പാടില്ല, ഒരു രാഷ്ട്രീയ നേതാക്കളുമായിട്ട് സംവദിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഈ എക്സ്റ്റൻഷൻ നീണ്ടുപോയി. ഒടുവിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും അദ്ദേഹം യഥാർത്ഥത്തിൽ വീട്ടു തടങ്കലിലായിരുന്നു. തന്റെ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വിപ്ലവങ്ങളും നടത്താൻ കഴിയാതെ 2, 3, 4 തവണയും പുള്ളി മെഴ്സി പെറ്റീഷൻ എഴുതി കൊടുത്തു. എന്നെ വിടണം, ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ബ്രിട്ടീഷുകാരോട് ഒന്നും ചെയ്യത്തില്ല, ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളാം, ഞാൻ ഒരു തരത്തിലും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 തവണയോ 5 തവണയോ പുള്ളി എഴുതി. വിട്ടില്ല, വിടാൻ പറ്റൂല. അങ്ങനെ വിടാൻ പറ്റുന്ന ആളുമല്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വഭാവം മാറും. ആ തെണ്ടികളോട് എത്രത്തോളം വൈരാഗ്യം സവർക്കർക്കുണ്ട് എന്നും ഭാരതത്തിലെ മണ്ണിനോട് എത്രത്തോളം സ്നേഹം അദ്ദേഹത്തിനുണ്ട് എന്നും ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 900 വർഷം നീണ്ടുനിന്ന അടിമത്തത്തിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും അവസാനമായി കിട്ടിയതാണ്. അത് മുഗളന്മാരുടെ കാൽക്കീഴിൽ വെക്കുകയും മറ്റ് മതഭ്രാന്തന്മാരുടെ കാൽക്കീഴിൽ വെക്കുകയും ഇതിനിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന ജാതീയപരമായിട്ടുള്ള വേർതിരിവിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുകയും അതും ഈ 900 വർഷത്തിനുള്ളിൽ തന്നെ വരുള്ളൂ. ഏകദേശം 1500, 2000 വർഷമൊക്കെ പുറകിലോട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ സംഘകാലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന പോലെ തീവ്രമായിട്ടുള്ള ജാതീയതയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ 900 വർഷത്തിനിടയിൽ ഇത്തരം അടിമത്തങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും അവസാനം നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങിയവരിൽ നിന്നുമെല്ലാം നമ്മൾ സ്വാതന്ത്ര്യം നേടിയതാണ് 1947. ഫ്രഞ്ചുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ, ഫ്രഞ്ചുകാരെ പോർച്ചുഗീസുകാരോ ഗോവാരയിലായിരുന്നു, പോർച്ചുഗീസ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ 1962 വരെയായി. എനിവേ, നമ്മൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഈ കാലയളവിലെല്ലാം ജീവൻ ത്യജിച്ചവർ, പോരാടിയവർ, യുദ്ധം ചെയ്തവർ, ഭാരത മാതാവിന് വേണ്ടി പോരാടിയവരൊക്കെ തന്നെ വളരെ വലിയ സംഭാവനകൾ ഈ മണ്ണിനോട് ചെയ്തിട്ടുണ്ട്. വീർ സവർക്കർ അറസ്റ്റ് ചെയ്യുന്നത് ലണ്ടനിൽ വെച്ചാണ്. 1910 ഡിസംബർ 13 ലണ്ടനിൽ വെച്ച് സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ, വിപ്ലവ പ്രവർത്തനങ്ങൾ, ആയുധം കടത്തൽ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പുള്ളി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1910 അദ്ദേഹം എങ്ങനെ ലണ്ടനിലെത്തി? അദ്ദേഹം 1906 എത്തി. നിയമ പഠനത്തിനായി ശ്യാംജി കൃഷ്ണവർമ്മ എന്ന സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ട്, പുള്ളി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിട്ട് ഏർപ്പെടുത്തിയിരുന്ന സ്കോളർഷിപ്പാണ്, അത് വാങ്ങിക്കൊണ്ട് 1906 ലണ്ടനിലെത്തുന്നു. അവിടെ ഇദ്ദേഹം തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഹോസ്റ്റലുണ്ട്, ഇന്ത്യ ഹൗസ്, ഹൈഗേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു ഏരിയ മാത്രമല്ല, അതൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘം കൂടിയായിരുന്നു. അവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ അവർ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നൊരു വിപ്ലവം കൂടി സവർക്കർ എത്തിച്ചു. അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു വിപ്ലവ സംഘടനയുടെ പ്രവർത്തനം അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. ഇവിടെ ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചു. ഇന്ത്യൻ യുവാക്കളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുകയും വിപ്ലവ സാഹിത്യങ്ങളും പ്രസിദ്ധീകരണങ്ങളും അവിടെ എത്തിക്കുകയും എഴുതുകയും ഒക്കെ സവർക്കർ ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സവർക്കറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്ന വ്യക്തി 1909 ജൂലൈ 1 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കർസൻ വൈലിയെ വെടിവെച്ച് കൊല ചെയ്യുന്നു. ഈ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ടുള്ള യോഗത്തിൽ ശക്തമായ എതിർപ്പാണ് സവർക്കർ നടത്തിയത്. മാത്രവുമല്ല, ധിംഗ്രയുടെ രാഷ്ട്രീയ പ്രസ്താവന പ്രസിദ്ധീകരിക്കാനും സവർക്കർ മുൻകൈയെടുത്തു. ഇതിന്റെ ഒക്കെ ഇടയിൽ സവർക്കർ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ആയുധങ്ങൾ പല രീതിയിൽ എത്തിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സവർക്കർ ഇവിടെ ഒരു സായുധ വിപ്ലവം സംഘടിപ്പിക്കാം, തിരികെ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഒരു വിപ്ലവം മുന്നോട്ട് നടത്താം എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം ഈ ആയുധക്കടത്തൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ നാസി കളക്ടറായിട്ടുള്ള AMT ജാക്സനെ ആനന്ദ് കൻഹേര എന്ന് പറയുന്ന അഭിനവ് ഭാരതിന്റെ ഒരു പ്രവർത്തകൻ വെടിവെച്ച് കൊല്ലുന്നു. ഇതോടുകൂടി അഭിനവ് ഭാരതിന്റെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയും നിരീക്ഷണത്തിലാക്കുന്നു. അങ്ങനെ സവർക്കർ ഇതിലേക്ക് എത്തുന്നു. ഇന്ത്യയിലാണ് സവർക്കറെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കിയതെങ്കിലും പുള്ളി ലണ്ടനിൽ നിന്ന് ആ സമയത്ത് പാരീസിലായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ ലണ്ടനിലോട്ട് എത്തിയപ്പോൾ സവർക്കറെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് 1910 ഡിസംബർ 24 നാസിക് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 25 വർഷം ജീവപര്യന്തം എന്നാണ് പറയുക, കഠിന തടവ്, 25 വർഷത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു.
അതുകൂടാതെ 1911 ജനുവരി 30 രാജാവിനെതിരായിട്ടുള്ള ഗൂഢാലോചന, അതായത് അഭിനവ് ഭാരത് സൊസൈറ്റി കേസുമായി ബന്ധപ്പെടുത്തി വീണ്ടും ഒരു 25 വർഷത്തേക്ക് ശിക്ഷിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം 50 വർഷത്തേക്ക് വീർ സവർക്കറെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ആൻഡമാൻ നിക്കോബർ സെല്ലുലാർ ജയിലുകളിൽ ആ മനുഷ്യൻ എടുത്തെറിയപ്പെടുന്നു. ആദ്യം 1-2 കൊല്ലമൊക്കെ പുള്ളി അങ്ങ് പോട്ടേന്ന് കരുതി, എന്തെങ്കിലുമൊക്കെ വിപ്ലവ പ്രവർത്തനങ്ങൾ ചെയ്യാം, ജയിലിൽ ആളെ സംഘടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാന്ന് കരുതിയാലും രാജ്യത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ കൊടിപിരി കൊള്ളുന്നു. പുള്ളി അവിടെ ജയിലിൽ കിടക്കുന്നു, ഒരു നിവർത്തിയില്ല. 1913, 14, 15, 16 തോന്നുന്നു പുള്ളി നിരന്തരം മെഴ്സി പെറ്റീഷൻ അപേക്ഷിച്ചു. ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു, ഇങ്ങടാ ഇവിടെ ഉള്ള ഗാന്ധിനെയൊക്കെ നമുക്ക് നല്ല വിശ്വാസമുണ്ട്, പക്ഷെ നിന്നെ വിശ്വാസമില്ല. ഗാന്ധിജിനെയൊക്കെ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ സവർക്കർ വിശ്വാസമില്ല. അവിടെ ഏകദേശം 10 വർഷത്തോളം സെല്ലുലാർ ജയിലിൽ കടന്നു. 1921 അവിടെ നിന്നും മാറ്റി ഇന്ത്യയിലുള്ള വിവിധ ജയിലുകളിൽ പല ഘട്ടങ്ങളായിട്ട് മാറ്റി മാറ്റി താമസിപ്പിച്ചു. അലിപൂർ, രത്നഗിരി, ദർവാദ തുടങ്ങിയ ജയിലുകളിലൊക്കെ അദ്ദേഹത്തെ ഇട്ടിരുന്നു. 1924 ശക്തമായ കണ്ടീഷനുകളോടുകൂടി പുള്ളിയെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടു. വീടിന്റെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിരുന്നു കണ്ടീഷനുകൾ. രത്നഗിരി വിട്ടു പോകാൻ പാടില്ല, ഒരു രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിക്കാൻ പാടില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും പാടില്ല. ഒരു 5 വർഷത്തോളം ആ സ്ട്രിക്റ്റ് നിലനിന്നു. 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും പുതുക്കി. അതങ്ങനെ നീണ്ടു പോയി. 1931 രത്നഗിരിയിൽ തന്നെ പതിപ്പവൻ ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് ജാതീയതയ്ക്കെതിരെ ശക്തമായി പോരാടി. രാഷ്ട്രത്തിന്റെ പരമവൈഭവം, രാജ്യത്തിന്റെ പാരമ്പര്യം, ഇതിൽ നിന്നും ജാതി എന്ന പുഴുക്കുത്തിനെ, കീടത്തെ, വിഷവൃക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ പവിത്രത നിലനിർത്തി, രാജ്യത്തിന്റെ പൈതൃകം നിലനിർത്തി, ഈ രാജ്യത്തിനെ ഒറ്റക്കെട്ടായി ഒരു വലിയ ജനസമൂഹത്തെ നിലനിർത്തണം. മാത്രവുമല്ല, നമ്മൾ സുൽത്താനേറ്റുകളുടെ അടിമയായിരുന്നു, മുഗൾ സാമ്രാജ്യത്തിന്റെ അടിമയായിരുന്നു, പല ഹിന്ദു രാജാക്കന്മാരുടെ കീഴിൽ നമ്മൾ ജാതീയപരമായിട്ട് അടിമത്തം അനുഭവിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ അടിമത്തം അനുഭവിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആരുടെ അടിമത്തത്തിലേക്കായിരിക്കും എടുത്തെറിയപ്പെടുന്നത് എന്നൊരു വലിയ ചോദ്യം കൂടി എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി നമ്മൾ ആരുടെയും അടിമകളായിരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു ചിന്ത, RSSന്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്ത വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതിലൊന്നും സവർക്കർ അതിലൊന്നും പങ്കെടുത്തില്ല. RSSന്റെ രൂപീകരണമായിട്ട് സവർക്കർക്ക് ബന്ധമൊന്നുമില്ല. ഇതൊക്കെ ചിന്തിച്ചിരുന്ന അദ്ദേഹം നിരവധി പ്രസിദ്ധീകരണങ്ങൾ എഴുതി, നിരവധി ലേഖനങ്ങളൊക്കെ എഴുതി. അതിന്റെയൊക്കെ പല സാധനങ്ങളും പിന്നീട് എപ്പോഴൊക്കെയാണ് പുറത്തു വന്നിരുന്നത്. ഇതാണ് സവർക്കറുടെ ജയിൽവാസത്തിന്റെ ഒരു ചരിത്രം. നീണ്ട 13 വർഷം. പ്രാക്ടിക്കലി 1947 വരെയും പുള്ളി ജയിലിൽ തന്നെയായിരുന്നു. വീട്ടിലാണെന്നേ ഉള്ളൂ. വീട്ടു തടങ്കൽ. നിങ്ങൾ അറിയില്ല, മെഹബൂബ മുഫ്തിയെ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഒക്കെ വീട്ടു തടങ്കലിലായിരുന്നു. എന്തൊരു ഹൃദയഭേദകമായിരുന്നു വീട്ടു തടങ്കലിൽ. ആകപ്പാടെ കുറച്ചു കാലമല്ലേ വീട്ടു തടങ്കലിൽ കിടന്നുള്ളൂ. ഇത് ചില്ലറ വർഷമൊന്നും അല്ല വീട്ടു തടങ്കലിൽ കിടന്നു. അപ്പൊ അത്രയ്ക്കും വിപ്ലവ തീ ആയിരുന്നു. നമ്മൾ എനിക്ക് എത്ര 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തല്ലേ. പക്ഷെ ഇതൊക്കെ എത്രയോ വർഷങ്ങളുടെ ചരിത്രമാണ്. ഒരാളുടെ ജീവിതം മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. മെഴ്സി പെറ്റീഷൻ എഴുതിയ ഒറ്റൊരു കാര്യം കൊണ്ടാണ് പുള്ളിയെ തള്ളിക്കളയുന്നത് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. അതൊന്നും ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു വിഷയമല്ല. കമ്മ്യൂണിസ്റ്റുകാർ എഴുതി കൊടുക്കാത്ത മാപ്പപേക്ഷകളോ, കോൺഗ്രസ്സുകാർ നക്കാത്ത നക്കലോ, കോൺഗ്രസ്സുകാർ ഇരക്കാത്ത ഇരക്കലോ, കോൺഗ്രസ്സുകാർ പിച്ച എടുക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അരബിന്ദോ ഘോഷ് അങ്ങനെയാണ് പറഞ്ഞത്. കോൺഗ്രസ് ഈസ് എ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്വാതന്ത്ര്യം പിച്ച തെണ്ടി മേടിക്കുന്നവന്മാർ എന്നാണ് അരബിന്ദോ ഘോഷ് പറഞ്ഞത്. അങ്ങനെ പിച്ച തെണ്ടി ബ്രിട്ടീഷുകാരുടെ എന്ത് ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് എന്നാത്ത എന്ന് പറഞ്ഞ് നടന്നവന്മാരാണ് ഇവർ. അകലെ എണ്ണം എഴുതി കൊടുത്തിട്ടുണ്ട് മെഴ്സി പെറ്റീഷൻ. എഴുതി കൊടുക്കുമ്പോഴൊക്കെ എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അന്നത്തുള്ള എല്ലാ എണ്ണം എഴുതിയിട്ടുള്ളത് ഏറ്റവും അവസാനം യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്ന് പറഞ്ഞ് തന്നെ ഒപ്പിടുന്നത്. അന്നത്തെ ഒരു ചരിത്രം അങ്ങനെയായിരുന്നു. അങ്ങനെ ആ കത്തുകൾ എഴുതാൻ പാടുള്ളൂ. ഈ കത്തുകളെല്ലാം ഇന്ത്യൻ ആർക്കൈവ്സിൽ ലഭ്യവുമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് സവർക്കറെ എതിർത്തു? സവർക്കർ മതപരിവർത്തനത്തിനെതിരാണ്. സവർക്കർക്ക് അറിയാം കൃത്യമായി ആരൊക്കെയാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ എന്നത്. സാമ്രാജ്യത്വ ആശയം കൊണ്ടു നടക്കുന്ന എല്ലാവരും, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്വപ്നം കാണുന്നവന്മാരൊക്കെ ശത്രുക്കളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്, ദൈവത്തിന്റെ രാജ്യം, അവിടുത്തെ രാജ്യം വരേണമേ, അതൊക്കെ ഒരു സർവാധിപത്യമാണ്. എവിടെ ചെന്നാലും മതം തിരികി, മതം സ്പ്രെഡ് ചെയ്ത്, അത് വാളുകൊണ്ടാണെങ്കിൽ അങ്ങനെ, കരുണ കാണിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ബുക്കിലുള്ളത് കാണിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയുള്ളത് കാണിച്ചിട്ടാണെങ്കിലും ഒരു സംസ്കാരത്തെ അപ്പാടെ തകർത്തുകൊണ്ട് തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന കമ്മ്യൂണിസം ആയാലും ഏകദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മതങ്ങളായാലും ഒക്കെ തന്നെ ഒരു നാടിനെ അപ്പാടെ മുടിച്ച് പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചെടുത്ത് ആ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ അഭിരമിച്ച് ജീവിച്ച് ഒടുവിൽ നമ്മൾ നമ്മുടെ പൂർവ്വകാലങ്ങളും എല്ലാം മറന്ന്, നമ്മളുടെ അടയാളങ്ങളും മറന്ന്, നമ്മൾ എവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ വെറും ഭ്രാന്തന്മാരായി, കോമാളികളായി, ആർക്ക് വേണ്ടി വിട്ട് തട്ടിക്കളിക്കാവുന്ന കൂട്ടങ്ങളായി മാറി ചിന്നിച്ചിതറി പോകുമെന്ന് അടിയുറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത്. അദ്ദേഹം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം നിങ്ങൾ തൊട്ടപ്പുറത്ത് ആഫ്രിക്കയിലേക്ക് നോക്കിയാൽ മതി. അവരുടെ ചരിത്രം മറന്നു, അവരുടെ ഗോത്രങ്ങൾ മറന്നു, അവരുടെ വീരചരിത്രങ്ങളെല്ലാം മറന്നു. പുതിയൊരു മതത്തെ സ്വീകരിച്ചു, അടിമകളായി, കയ്യിൽ ചങ്ങലകൾ വീണു. ഇപ്പോഴെന്താ? ഇപ്പോഴും ഈ ലോകത്തിന്റെ എല്ലാ ധാതുക്കളും കിട്ടുന്നുണ്ടെങ്കിലും ആഫ്രിക്ക അടിമകളാണ്, നരകത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, രോഗങ്ങളിലാണ്.
കുട്ടികൾ പോലും വേണ്ടുന്ന പോഷകാഹാരം കിട്ടാതെ ചത്തൊടുങ്ങുന്ന ഒരു ഇരുണ്ട ഭൂഖണ്ഡമായി ആഫ്രിക്ക മാറിക്കഴിഞ്ഞു. ഇതിനൊക്കെ കാരണം ഇത്തരം ചരിത്രങ്ങളെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ ചരിത്രം പൂർണ്ണമായും തിരുത്തി കളയാൻ വെമ്പൽ കൊള്ളുന്ന സാമ്രാജ്യ ശക്തികളാണ്. അവർക്ക് സവർക്കർ മാപ്പെഴുതി കൊടുത്തതെന്നല്ല വിഷയം, ഇതാണ് വിഷയം. അതുകൊണ്ടാണ് ഇവർ നമുക്ക് നാണക്കേട് തോന്നാനായിട്ട് കാലങ്ങളായിട്ട് ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരെ ഇതൊക്കെ പറഞ്ഞ് ഇവർ നടക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഇപ്പോഴത്തേതല്ല, പഴയത്. ഇവരുടെ അമ്മാച്ചൻ സംഘടനയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം പിടിച്ചു വാങ്ങിച്ചപ്പോൾ ഏത് ബ്രിട്ടീഷുകാരന്റെ കാലാണോ നക്കിക്കൊണ്ടിരുന്നത്? അതേ കാലുകൾ. മാവൻ മാപ്പിള 1896 ബ്രിട്ടീഷ് രാജ്ഞിയെ പുകഴ്ത്തിക്കൊണ്ട് എഡിറ്റോറിയൽ എഴുതിയില്ലേ? ആ നക്കൽ ഇന്ന് ഇവറ്റകൾ നക്കുന്നുണ്ട്. അതേ നക്കൽ. ഈ നക്കികളുടെ നക്കലുകൾ പുറത്താരും അറിയാതിരിക്കാൻ ഇവരിങ്ങനെ പുകമറ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മുന്നിൽ. പക്ഷെ അപ്പോഴാണ് ഇടുത്തി പോലൊരു ചോദ്യം വന്നത്. ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച സ്വതന്ത്ര സമര സേനാനി ആര് എന്ന് ചോദിക്കുമ്പോൾ 13 വർഷവും ബാക്കിയുള്ള വർഷങ്ങളെല്ലാം വീട്ടുതടങ്കലിലും കിടന്ന വീർ ദമോദർ സവർക്കർ ആണ് എന്ന് ഉത്തരവെഴുതുമ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക കേരളം ഞെട്ടില്ലേ? ഉളുപ്പുണ്ടോ ഇവറ്റകൾക്ക് ഞെട്ടാൻ? ഇവറ്റകൾ അങ്ങ് സംഘി ഫാസിസം സംഘം കയറുകയാണ്. RSS, BJP, സംഘപരിവാർ വിദ്യാഭ്യാസ മേഖല കീഴടക്കുന്നു. ഉത്തരം പറയടോ, ഉത്തരം പറ. ഏത് നെഹ്റുവാ? ഫാനും നല്ല ബെഡും എലി കയറാത്ത നല്ലൊരു ജയിലും കിട്ടിയില്ലെങ്കിൽ എന്റെ മോൻ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ മകനല്ലേ ജവഹർലാൽ നെഹ്റു? ഒരു കാര്യം കൂടെ ഓർത്തോ, ഗാന്ധിജി എന്നത് സമരമുറ എന്ന് ബ്രിട്ടീഷുകാർക്ക് ഒരു വിഷയമല്ലായിരുന്നു. 1757 പ്ലാസി യുദ്ധത്തിൽ തുടങ്ങി 1764 ബക്സാർ യുദ്ധത്തിലൂടെ പിന്നീട് നമ്മുടെ 1858-59 കാലയളവിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ എല്ലാ സേനാനികളെയും എതിർത്ത് നിന്ന് എല്ലാവരെയും കൊന്നു തള്ളി വന്നവന്മാർക്ക് ഈ ഒരു ഗാന്ധിജി ഒരു വിഷയമേ അല്ല. ബട്ട് അവർ തന്നെ ഗാന്ധിയെ വളർത്തി. അത് ഞാൻ കറക്റ്റ് അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം ഗാന്ധിയുടെ യുദ്ധമുറ എന്താ? നിരാഹാരം, സത്യാഗ്രഹം, അടി വേടിക്കുക, അടി കൊടുക്കാതിരിക്കുക, നോ പ്രോബ്ലം. മനസ്സിലായോ? പുള്ളി എങ്ങനെ അപ്പൊ ബ്രിട്ടീഷുകാർ എന്തു മീറ്റിങ്ങിനും പുള്ളിയെ വിളിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഇവിടെ സുഭാഷ് ചന്ദ്രബോസ്, ലാൽ പാൽ ബാൽ കേട്ടിട്ടില്ലേ? തീവ്ര വിഭാഗം കോൺഗ്രസിലെ ഇവരൊന്നും വലിയ കാര്യത്തിന് ചർച്ചയ്ക്കൊന്നും അധികം വിളിച്ചിട്ടൊന്നുമില്ല. എല്ലാം ഗാന്ധിജി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് പറയണ പോലെ ഗാന്ധി കേൾക്കും. സുഭാഷ് ചന്ദ്രബോസ് 1938 കോൺഗ്രസ് അധ്യക്ഷനായി. 1939 ത്രിപുരി സെക്ഷനിലും കോൺഗ്രസ് അധ്യക്ഷനായി. പക്ഷെ അന്ന് ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാഭി സീതാരാമയെ തോൽപ്പിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് ആവുന്നത്. തുടങ്ങിയില്ലേ കുരുകുരുപ്പ്, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട. ഇപ്പൊ ഇതാ 2ാം ലോക മഹായുദ്ധം നടക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ കത്തിക്കണം, ഇന്ത്യ നമ്മൾ കത്തിക്കണം. ഇന്നിപ്പോ ഈ CJP സമരമൊക്കെ നടക്കുമ്പോൾ ഓരോരുത്തർ പറയുന്നില്ലേ, കത്തിക്ക് വാരിയിട്ട് കത്തിക്ക്. അന്ന് അത് ചെയ്യാൻ പറഞ്ഞ ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ ഇപ്പം കത്തിക്കണം. ഇപ്പൊ ഇവിടെ കത്തിച്ച ഇവന്മാർ അവിടെ ഇല്ല, സാമ്പത്തികമായി പൊളിഞ്ഞു നിൽക്കണം. ഇവന്മാർ ഇവിടുന്ന് ഇറങ്ങി ഓടും. ഇന്ത്യ നമുക്ക് പിടിച്ചടക്കാം. ഗാന്ധിയുടെ ആൾക്കാരല്ലേ കൂടുതൽ. ഒരു കാരണം അടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാം, അവിടെ അടിച്ചാൽ മുതുക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെന്തോ വലിയ സാത്വികന്മാരാക്കിക്കൊണ്ട് ഇവര് സുഭാഷ് ചന്ദ്രബോസ്ജിയുടെ ഒരു നിർദ്ദേശങ്ങളും ഇവർ പരിഗണിക്കാതെ എന്തിനതിൽ കടിച്ചു കിടക്കുന്നത്? അതിനുള്ളിൽ തന്നെ തന്റെ തീവ്ര ആശയങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുകയും 1939 ഏപ്രിൽ 20 തോന്നുന്നു പുള്ളി രാജിവെക്കുകയും ചെയ്തു. പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം അഡോൾഫ് ഹിറ്റ്ലറുമായിട്ടൊക്കെ പുള്ളി, അതൊരു ചരിത്രം പറഞ്ഞ എന്റെ വീഡിയോ 2 മണിക്കൂറാവും. അപ്പോ ഇങ്ങനെ പോരാടിയ ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ഇവർക്ക് ഇങ്ങനെ. ഗാന്ധിജി കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? നമ്മൾ ബ്രിട്ടീഷുകാരോടൊപ്പം നിങ്ങൾ നിന്ന് 2ാം ലോകമായത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം എങ്ങനെയാ ഇങ്ങനെ വിളിക്കും. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യം തരാം, ഞങ്ങളെ കൂടെ വരാം. ഇതാണ് കോൺഗ്രസിന്റെ പരിപാടി. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ മതി. സ്വാതന്ത്ര്യമല്ല, അധികാരം കിട്ടിയാൽ മതി. അങ്ങനെ ബ്രിട്ടീഷുകാരോടൊക്കെ. അപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസിന് മനസ്സിലായി, ഇത് എന്താ പരിപാടി? ഇത് സ്വാതന്ത്ര്യം തെണ്ടിപ്പറക്കി മേടിക്കേണ്ടതാണോ? വിപ്ലവ പോരാട്ടമാണ്, യുദ്ധമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരബിന്ദോ ഘോഷ്. ഇതൊരുമാതിരി പിച്ച തെണ്ടുന്ന സംഘടനയാണ് കോൺഗ്രസ്. ഈസ് എ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ ഈ പിച്ച തെണ്ടല്ലേ കണ്ടപ്പോ സുഭാഷ് ചന്ദ്രബോസിന് മനസ്സിലായി ഇവന്മാരെ കൊണ്ടൊന്നിനും കൊള്ളില്ല. പിന്നെ INA അതാ വെട്ടി അടി ബഹളം. സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട വ്യക്തി മറ്റൊരാളാണ്. പക്ഷെ ആള് തെറ്റയാ. ഹിറ്റ്ലർ ഉള്ളത് കൊണ്ടാണ് 2ാം ലോക മഹായുദ്ധം ഉണ്ടായത്. ആ ചരിത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധം ഉണ്ടാക്കുന്നു. അലൈഡ് ഫോഴ്സ്, ഇവരെ അച്ചുതണ്ട് ശക്തി, ഹിറ്റ്ലറും മുസോളിനി ടീം. മറ്റത് അലൈഡ് ഫോഴ്സ്, സഖ്യശക്തി ബ്രിട്ടനൊക്കെ അതിൽ വരുന്നു. ഫ്രാൻസിനെ രക്ഷിക്കുന്നു, അത് ജർമ്മനിയായിട്ട് യുദ്ധം ചെയ്യുന്നു. ജർമ്മനി വാരിപ്പറക്കി ബോംബ് കൊണ്ട് ലണ്ടനിലിടുന്നു. അങ്ങനെ ലണ്ടൻ തകരുന്നു. ഒടുവിൽ ഇങ്ങേറ്റ യുദ്ധം. അമേരിക്ക ഇടപെടുന്നു. യുദ്ധത്തിൽ ജർമ്മനി വീഴുന്നു, പിന്നെ ഇറ്റലി വീഴുന്നു, അതോടുകൂടി ജപ്പാനും വീഴുന്നു. യുദ്ധം അവസാനിക്കുന്നു.
രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതിൽ വിൻസ്റ്റൺ ചർച്ചിലിനോടുള്ള ദേഷ്യം ജനങ്ങൾ വോട്ടിങ്ങിലൂടെ കാണിക്കുന്നു. ക്ലെമന്റ് അറ്റ്ലി അധികാരത്തിലെത്തുന്നു, ലേബർ പാർട്ടിയുടെ. അങ്ങനെ പുള്ളി 1947 ഫെബ്രുവരി 20 തോന്നുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം, 1948 ജൂണിനുള്ളിൽ സ്വാതന്ത്ര്യം നൽകാമെന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ മൗണ്ട് ബാറ്റൺ വരുന്നു. മൗണ്ട് ബാറ്റൺ അത് കുറച്ചുകൂടെ സ്പീഡാക്കിയത് 1947 ജൂലൈയിലാണ് ഇതിനെ അവരുടെ ഹൗസ് ഓഫ് കോമൺസ്, അവരുടെ പാർലമെന്റ്, നമ്മളിവിടെ രാജ്യസഭയും ലോക്സഭയും ഉള്ളതുപോലെ അവർക്ക് ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് പിന്നെ രാജാവിന്റെ അടുത്ത് ഒപ്പിടാൻ പോകുന്നത്. അങ്ങനെ 1947 ജൂലൈ 18 തോന്നുന്നു രാജാവ് ഒപ്പിട്ടു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ മൗണ്ട് ബാറ്റൺ തന്റെ അധികാര കൈമാറ്റം 1947 ഓഗസ്റ്റ് 15 ആക്കി. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യമായിട്ടൊക്കെ തീരുമാനിച്ചിട്ട് തന്നെ ആക്കിയത്. അവിടെ ഈ 47 രൂപീകരിക്കുകയും അപ്പോഴൊരു താൽക്കാലിക ഇടക്കാല സർക്കാർ രൂപീകരിക്കണം എന്ന് വരികയും അതിനൊരു പ്രധാനമന്ത്രിയും ബാക്കി മന്ത്രിമാരൊക്കെ വരണമല്ലോ. അപ്പൊ അതിനു മുമ്പ് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ 15 പ്രവിശ്യകളും കൂടെ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ 12 പ്രവിശ്യകളും സർദാർ വല്ലഭായ് പട്ടേലിനെ തെരഞ്ഞെടുത്തു. നെഹ്റുവിന് ഒരു പട്ടിക്ക് വേണ്ട. പക്ഷെ നേരം വെളുത്തപ്പോൾ നെഹ്റു ഇന്ത്യയുടെ കോൺഗ്രസ് അധ്യക്ഷനായി, അവിടെ നിന്ന് പിന്നെ പ്രധാനമന്ത്രിയായി. ബ്രിട്ടീഷുകാരുടെ കാല് നക്കി കിടന്നവന്മാരൊക്കെ അധികാര കസേരകളിൽ എത്തി. പട്ടേലൊക്കെ നിന്ന് നിപ്പിൽ വിറപ്പിക്കുമായിരുന്നു. പുള്ളിക്കൊന്ന് യവന്മാരുടെ ഒരു സഹായം വേണ്ടാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കെൽപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലുള്ള ഇപ്പം കാണുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഏകോപിപ്പിച്ച് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഒരെണ്ണം ഒഴികെ, കാശ്മീർ. അത് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഒരു കഴിവുമില്ല, അത് ചെയ്തു വെച്ചതാണ് ഇന്നിപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വൃത്തികേട്. എനിവേ, ഇതാണ് സവർക്കർ, ഇതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒരു ചെറിയ ഒരു സാധനം. ഇത്രയൊക്കെ ഉള്ളൂ. ബ്രിട്ടീഷുകാർ വളർത്തിയ നേതാക്കൾ വേറെ, ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്ന നേതാക്കൾ വേറെ, അവർക്ക് ബ്രിട്ടീഷുകാർ ഒരു ചരിത്രം എഴുതി സമ്മാനിച്ചു കൊടുത്ത ചരിത്രം വേറെ, അത് നമ്മളെ ഇവിടെയുള്ള ഊളകൾ പഠിക്കുന്ന ചരിത്രം വേറെ. അവർ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നവർക്ക് ചില ചെല്ലപ്പേരുകളൊക്കെ കിട്ടുന്നു. പക്ഷെ ഒറ്റ ചോദ്യത്തിൽ ഇത്രയും കാലം കൊണ്ട് നടന്ന സകലതും പൊളിഞ്ഞ് ഭസ്മം പോലെ ആയിപ്പോയതിൽ അവരും അസ്വസ്ഥരാണ്. അതുകൊണ്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കമന്റ് ഇറ്റ്. ജയ് ഹിന്ദ്.